എല്ലാവർക്കും നമസ്കാരം. ചതയം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചും അവർക്ക് നന്മയും തിന്മയും ചെയ്യുന്ന നാളുകൾ ഏതൊക്കെയാണ് എന്നും ദോഷഫലങ്ങൾ അനുഭവിക്കുന്ന ചതയം നാളുകാർ ചെയ്യേണ്ട പരിഹാരങ്ങളെക്കുറിച്ചും നോക്കാം. രാഹുവിൻ്റെ കാരകരീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ നന്മതിന്മകൾ ചെയ്തവർ ജനിക്കുന്ന നാളുകളിലൊന്നാണ് ചതയം. അതുകൊണ്ട് ചതയം നാളുകാർക്ക് അവരുടെ കർമ്മഫലത്തിനനുസരിച്ച് നന്മയും തിന്മയും ചെയ്യുന്നത് നിങ്ങളുടെ നക്ഷത്രാധിപനായ രാഹു തന്നെയാണ്. സ്വന്തം നാളിൻ്റെ അധിപതി തന്നെ കർമ്മഫലവും നൽകുന്നതിനാൽ ജീവിതത്തിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായത്തെയും പരിഗണിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഹീറോയും വില്ലനും നിങ്ങൾ തന്നെയാണ്. ചതയത്തെ കൂടാതെ തിരുവാതിര, ചോതി എന്നീ നാളുകളിൽ ജനിച്ചവരും ചതയം നാളുകാർക്ക് ഗുണമോ ദോഷമോ ചെയ്യുന്നതാണ്. അതായത് രാഹുവിന് വിദേശം, ലഹരി, മുത്തച്ഛൻ തുടങ്ങി പല കാരണങ്ങളുമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കാരക രീതിയിൽ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപപുണ്യങ്ങൾക്കനുസരിച്ച് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ട ഫലങ്ങളെയാണ് തിരുവാതിര, ചോതി, ചതയം എന്നീ നാളുകളിൽ ജനിച്ചവർ നിങ്ങൾക്ക് നൽകുക. ഈ നാളുകളിൽ ജനിച്ചവർ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ സഹപ്രവർത്തകരോ ആകാം. ഇവരിൽ ചിലർ നിങ്ങളുടെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുന്നവരും ചിലർ ജീവിതത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്ന സമയത്ത് ഉപകാരം ചെയ്യുന്നവരുമായതിനാൽ ഇവരെ പൂർണ്ണമായി അവഗണിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ ജനിച്ചവർ നിങ്ങൾക്ക് അനുകൂലമായാണോ പ്രതികൂലമായാണോ പ്രവർത്തിക്കുന്നത് എന്ന് അവരുടെ പ്രവൃത്തികളെ നിരീക്ഷിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ പല പ്രശ്നങ്ങളെയും ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ചതയം നാളിൽ ജനിച്ചവരുടെ ജാതകത്തിൽ രാഹു മോശം സ്ഥിതിയിലാണ് നിൽക്കുന്നത് എങ്കിൽ ലഹരിക്ക് അടിമയായി ജീവിക്കേണ്ട അവസ്ഥയുണ്ടാകുക, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ വരിക, അലർജി മൂലം തോൽ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവുക, ഇതുപോലെയുള്ള നിരവധി പ്രശ്നങ്ങൾ വരുന്നതാണ്. ഇതുപോലെയുള്ള ദോഷഫലങ്ങൾ കുറയാനായി ചതയം നാളുകാർ എല്ലാ മാസവും കറുത്തവാവിന് കാക്കയ്ക്ക് ചോറ് കൊടുക്കുന്നതും കർക്കിടക മാസത്തിലെ കറുത്തവാവിന് പിതൃക്കൾക്ക് തർപ്പണം ചെയ്യുന്നതും വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദോഷഫലങ്ങൾ വളരെയധികം കുറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചതയം നാളിൽ ജനിച്ചവരുടെ കർമ്മഫലങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.